എന്നോട് അരുൾ ചെയ്തു, നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മളിവിടെ കാണുന്ന ജീവനുള്ള ഒരു കൃപാണ്. സ്റ്റെലിൻ സൗമ്യ തമ്മമ്പറമ്പൽ കുടുംബത്തിൽ നിന്ന് ജനിച്ച 3 ആഴ്ച പ്രായമുള്ള ആൽഡ്രിനാണ് നമ്മുടെ കൂടെ ഇവിടെ ഉണ്ണിയേശുവായിട്ട് അഭിനയിച്ച് ഇവിടെ ഇരിക്കുന്നത്. 3 നമ്മുടെ ആട്ടിടയന്മാരെ കാണാനില്ല, പക്ഷേ പൂജ്യരാജാക്കന്മാർ ഓൾറെഡി എത്തി. ആട്ടിടയന്മാർ ഉറങ്ങിപ്പോയെന്ന് കുഴപ്പമില്ല, ഉണ്ട്, പുറകിലുണ്ട്. നിങ്ങൾ മുന്നോട്ട് കയറി കാണത്തില്ല. സ്ത്രീകളൊക്കെ പുറകോട്ട് മാറിയേക്ക്, ഇത് വർഷത്തിൽ ഒരിക്കലല്ലേ ഉള്ളൂ. അപ്പം ആൽഡ്രിൻ്റെ ആദ്യത്തെ ദേവാലയ പ്രവേശനം കൂടിയാണ് ഈ ക്രിസ്മസോട് അനുബന്ധിച്ച്. സ്റ്റെലിൻ സൗമ്യയും അവരുടെ ആദ്യത്തെ കൺമണിയും കൂടിയാണ്. നമ്മുടെ ഇടവകയിൽ നിന്ന് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ജീവനുള്ള ഈ ഒരു കൃപ് വളരെ അർത്ഥവത്താണ്. പ്രത്യേകിച്ച് നമ്മളെല്ലാവരും ഈ ക്രിസ്തുവിൻ്റെ എളിമ സ്വീകരിക്കുവാനും അപ്പോൾ ഈ ശിശുവിൻ്റെ നൈർമല്യം നമ്മൾ ഉൾക്കൊള്ളുവാനും ഈ ജാഗരണ പ്രാർത്ഥന നമുക്ക് ഉതകട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ കുഞ്ഞിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഉണ്ണിയേശു നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും നമ്മുടെ കുടുംബങ്ങളിലും സർവോപരി നമ്മുടെ ഇടവകയിലും പിറക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഈ ദിവ്യബലി നമുക്ക് തുടരാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ. ദൈവ